പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബൈബിൾ ടുഡേ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ദിനംപ്രതിയുള്ള ഈ ദൈവവചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായിരിക്കട്ടെ എന്ന് ഞാൻ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെയും പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുകയാണ്. ഈ ലോക്ക്ഡൗൺ കാലയളവിൽ ഭവനങ്ങളിലിരുന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ കർത്താവ് നൽകുന്ന ഈ സുവർണ അവസരങ്ങൾ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്രദമായി തീരുവാൻ കർത്താവിൻ്റെ സഹായത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. 3 അധ്യായങ്ങൾ പിന്നിട്ട് 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ 4-ാം അധ്യായം 1-ാം വാക്യമാണ് ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി സംസാരിക്കുവാനായി ഞാൻ എടുക്കുന്ന വേദഭാഗം. അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ പ്രിയമുള്ളവരെ. ഈ ലേഖനത്തിൽ ഏറ്റവും പേഴ്സണൽ ടച്ച് നിറച്ചിരിക്കുന്ന ഒരു വചനഭാഗമായതുകൊണ്ടാണ് ഈ ഒരൊറ്റ വാക്യത്തിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽ നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പ്രിയരെ, എൻ്റെ വാഞ്ചിതരുമായ സഹോദരന്മാരെ, ആ വാക്യം അവസാനിപ്പിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഒരൊറ്റ വചനഭാഗത്തിനിടയിൽ തന്നെ അവരുമായിട്ടുള്ള ആഴത്തിലുള്ള ആത്മബന്ധം ഈ വചനഭാഗത്ത് നാം കാണുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ. എന്താണ് ഈ വാഞ്ചിതരായ സഹോദരന്മാർ? അത് വളരെ ലളിതമായ ഒരു പദപ്രയോഗമാണ്. ഞാൻ എത്രയും പെട്ടെന്ന് കാണാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ എന്നാണ്. എൻ്റെ ഹൃദയം മുഴുവൻ നിങ്ങളെ കാണാനുള്ള ആഗ്രഹമാണ്. നിങ്ങൾ എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളെ കാണണം എന്നാണ് ഈ എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ എന്ന പദം കൊണ്ട് പൗലോസ് അർത്ഥമാക്കുന്നത്. അടുത്ത പദം എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ പ്രിയമുള്ളവരെ. 3 ക്ലോസിനകത്തും ഹൃദയത്തിനകത്ത് ആഴത്തുള്ള സഹോദര സ്നേഹം ചാലിച്ചു വെച്ച വാക്കുകളാണ് പൗലോസ് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, ഞാൻ എത്രയും പെട്ടെന്ന് കാണാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സഹോദരന്മാരെ എന്നാണ് ആദ്യത്തെ ക്ലോസിലെ അർത്ഥം. നമുക്കറിയാം, ഈ വേദഭാഗങ്ങളൊക്കെ ഇതിനകം നമ്മൾ വായിച്ചും പഠിച്ചും വന്നപ്പോൾ ഇത് റോമൻ കാരാഗ്രഹത്തിൽ വെച്ച് എഴുതിയതാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ സൂചനകളെല്ലാം തന്നെ ഞാൻ ഇതിൻ്റെ ആരംഭ ക്ലാസ്സുകളിൽ, എപ്പിസോഡുകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ തുടർമാനമായി പഠനത്തിന് ഒരു പക്ഷേ ദൈവാത്മാവ് നിങ്ങളെ സഹായിച്ചേക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. റോമൻ കാരാഗ്രഹത്തിൽ കഴിയുന്ന പൗലോസ്. എന്നാൽ കാരാഗ്രഹ ലേഖനം എന്ന പേരിൽ ഫിലിപ്പിയ ലേഖനം മാത്രമാണോ ഉള്ളത്? അല്ല, മറ്റു 3 ലേഖനങ്ങൾ കൂടെ ഉണ്ടല്ലോ. എഫേസ്യ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലമോൻ എഴുതിയ ലേഖനം, ഒപ്പം ഫിലിപ്പിയ ലേഖനം. ഇങ്ങനെ 4 ലേഖനങ്ങളാണ് കാരാഗ്രഹ ലേഖനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പൗലോസ് റോമിൽ തടവിലായിരുന്നപ്പോൾ എഴുതിയെന്ന് വിശ്വസിക്കപ്പെടുന്ന 4 ലേഖനങ്ങൾ. ഈ 4 ലേഖനങ്ങളിൽ ഫിലിപ്പിയ ലേഖനം മാത്രം ഒരല്പം വേറിട്ട് നിൽക്കുന്നുണ്ട്. മറ്റ് 3 കാരാഗ്രഹ ലേഖനങ്ങളും ആസ്യയിലുള്ള സഭകൾക്കും വ്യക്തികൾക്കുമാണ് എഴുതുന്നതെങ്കിൽ ഈ ലേഖനം മക്കതോനിയയിലുള്ള സഭയ്ക്ക് എഴുതുന്ന ലേഖനമാണ്.
അപ്പോഴും ഈ 4 ലേഖനങ്ങളെ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തതയിൽ മനസ്സിലാകും. എഫേസ്യ ലേഖനം ഗാനഗാംഭീര്യം നിറഞ്ഞൊരു ലേഖനമാണ്. എന്താണ് സഭ? സഭ എന്ന മർമ്മം, കർത്താവ് നമ്മെ ഇരുത്തിയിരിക്കുന്ന അനുഭവങ്ങൾ, ദൈവിക മർമ്മങ്ങൾ, ഇതൊക്കെ മനോഹരമായി വെളിപ്പെടുത്തിയിരിക്കുന്ന ലേഖനമാണല്ലോ എഫേസ്യ ലേഖനം. കൊലോസ്യ ലേഖനം ആരാണ് ക്രിസ്തു എന്ന് വെളിപ്പെടുത്തുവാൻ വളരെ മനോഹരമായ അർത്ഥഗർഭമായ ആശയങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാക്കിയ ലേഖനമാണ് കൊലോസ്യ ലേഖനം. ഫിലമോന്റെ ലേഖനം കുറച്ച് പേഴ്സണൽ ടച്ച് ഉള്ള ഒരു കാര്യമാണ്. സഭകളുടെ കാര്യം പറയുമ്പോൾ ഈ 3 ലേഖനങ്ങൾ, ഫിലിപ്പിയ, എഫേസ്യ, കൊലോസ്യ, ഇതിൽ എഫേസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും ആഴത്തിലുള്ള ആത്മീക ദർശനങ്ങൾ, സ്വർഗീയ വെളിപ്പാടുകൾ നിറച്ചിട്ടുണ്ടെങ്കിലും ഫിലിപ്പിയ ലേഖനത്തിലെ ആ പേഴ്സണൽ ടച്ച് ആ ലേഖനങ്ങളിൽ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവരെ കുറിച്ച് പറയുമ്പോൾ രണ്ടിടത്തും, എഫേസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും, നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കിയാൽ മതി, അവിടെ എല്ലാം പറയുന്നത് ഞാൻ വേഗത്തിൽ എൻ്റെ അവസ്ഥ നിങ്ങളെ അറിയിക്കുവാൻ തിഹിക്കോസിനെ അയക്കുമെന്നാണ് പറയുന്നത്. ആ സമയത്ത് തൻ്റെ കൂടെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു, ഒരു ടീം തന്നെ ഉണ്ടായിരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ ഏകദേശം ഒരു കാലയളവായിരിക്കണം, ചിലപ്പോൾ ചില മാസങ്ങളുടെ വ്യത്യാസം ഉണ്ടായേക്കാം. ഇവിടെ ഇപ്പോൾ തീമോത്തിയോസ് മാത്രമേ തൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെറിയ ഒരു കാലവ്യത്യാസം, അതുപോലെ തന്നെ അയച്ച സ്ഥലം, തിഹിക്കോസിന് തന്നെ ശരിക്കും കൊലോസ്യ ലേഖനവും എഫേസ്യ ലേഖനവും കൊടുത്തുവിടാം. എന്നാൽ മക്കതോനിയ വേറൊരു ഭാഗമല്ലേ, വേറൊരു ഭൂഖണ്ഡത്തിന്റെ ഭാഗമാണ്. അവിടേക്ക് എപ്പഫ്രോദിത്തോസിന്റെ കയ്യിൽ ഇത് ഏൽപ്പിച്ചു എന്നാണ് നമുക്ക് ഇതിന്റെ ഇന്റേണൽ എവിഡൻസ് നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ പറയാൻ വരുന്ന കാര്യം വളരെ സിമ്പിളാണ്. അർത്ഥഗംഭീരമായ ആശയങ്ങൾ എഫേസ്യ ലേഖനത്തിലും ഫിലിപ്പിയ ലേഖനത്തിലും ഉണ്ട്, കൊലോസ്യ ലേഖനത്തിലും ഉണ്ട്. പക്ഷേ എൻ്റെ പ്രിയര്, ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ, എൻ്റെ സന്തോഷം, എൻ്റെ കിരീടം, പ്രിയപ്പെട്ടവർ എന്ന പദപ്രയോഗങ്ങളൊക്കെ നമുക്ക് അവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. കാണാൻ പറ്റുന്നത് ഫിലിപ്പിയ ലേഖനത്തിൽ മാത്രം. ക്രിസ്തുവിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, പൗലോസിന്റെ ക്രിസ്തു ദർശനം ഇതിനകത്തുണ്ട്, ഒക്കെ ശരിയാണെങ്കിലും ഇത് കുറെ കൂടെ പേഴ്സണൽ ടച്ച് ഉള്ള ഒരു ലേഖനമാണ്. അതിൻ്റെ കാരണം അത്രയ്ക്ക് അടുത്ത ബന്ധം ഈ സഭയുമായി പൗലോസിനുണ്ടായിരുന്നു. അവരെ അത്രയ്ക്ക് പൗലോസ് സ്നേഹിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എഫെസോസിലുള്ള ആളുകൾ സ്നേഹിച്ചിട്ടില്ലെന്നോ, കൊലോസ്യ സഭയെ സ്നേഹിച്ചില്ലെന്നോ, ഫിലമോനെ സ്നേഹിച്ചില്ലെന്നോ ഒന്നുമല്ല. പകരം ഫിലിപ്പിയ സഭ എപ്പോഴും ഏത് സമയവും പൗലോസിന്റെ ശുശ്രൂഷകളുടെ പുറകെ ഉണ്ടായിരുന്നു. ആദ്യത്തെ അധ്യായത്തിൽ നമ്മളത് കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ തൻ്റെ ഹൃദയത്തിൽ എന്നും ഫിലിപ്പിയ വിശ്വാസികളോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ കാണാൻ അത്രയ്ക്ക് ആഗ്രഹം എന്നെല്ലാം പറയുന്നത്. ആത്മബന്ധം, എൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡിലെ പ്രധാനപ്പെട്ട വിഷയം അതാണ്, ആത്മബന്ധം. ആത്മീക ബന്ധത്തോടൊപ്പമുള്ള ആത്മബന്ധം, ക്രിസ്തുവിലുള്ള ബന്ധത്തോടൊപ്പം ഉണ്ടാകുന്ന ആത്മബന്ധം, അതിൻ്റെ മൂല്യം നമുക്ക് ഈ വചനത്തിൽ കാണാൻ കഴിയുകയാണ്. ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ കുറച്ചു വർഷത്തെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ചില വ്യക്തികളോട്, ക്രിസ്തു ശിഷ്യരായ ചില വ്യക്തികളോട് ആഴത്തിലുള്ള ആത്മബന്ധം ഉണ്ടാവും. അതൊരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ കാരണം ഈ ഫിലിപ്പിയ സഭ ചെയ്തതുപോലെ കുറെ സാമ്പത്തിക സഹായം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല. പകരം അതിനും അപ്പുറത്ത് ആ കെയറിംഗ് മെന്റാലിറ്റി, സ്നേഹിക്കാനുള്ള മനസ്സ്, ത്യാഗപൂർവമായി ഇറങ്ങിത്തിരിക്കാനുള്ള മനസ്സ്, ഏത് പ്രശ്നത്തിലും കൂടെ നിൽക്കാനുള്ള പ്രത്യേക ആത്മാവിലെ ഐക്യം, ഇതൊക്കെ വാസ്തവത്തിൽ ഫിലിപ്പിയ സഭ ഏറെ സമ്പന്നമായിരുന്നു. ആ സഭ ശരിക്കും സാമ്പത്തികമായിട്ട് അത്രയധികം സൗണ്ട് ആയിരുന്നു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ മനസ്സിന്റെ കാര്യത്തിൽ അവർ റിച്ചായിരുന്നു, ആത്മബന്ധത്തിന്റെ കാര്യത്തിൽ അവർ സമ്പന്നരായിരുന്നു. അതുകൊണ്ട് അവരെ കാണുവാൻ ഒരു പ്രത്യേക താല്പര്യം പൗലോസിന് ഉണ്ടായിരുന്നു.
ഇവിടെ ഒരു പ്രായോഗിക ചോദ്യത്തിന് പ്രസക്തിയുണ്ട്, ഇല്ലേ? ഉണ്ട്. നമുക്ക് ദൈവവചന ശുശ്രൂഷകരുമായി, വിവിധ തലങ്ങളിൽ ശുശ്രൂഷിക്കുന്ന വ്യക്തികളുമായി ആത്മബന്ധമുണ്ടോ? അങ്ങനെയുള്ള ശുശ്രൂഷകർക്ക് നിങ്ങളെ ഓർത്ത് ആത്മബന്ധത്തോടെ, സ്നേഹത്തോടെ ഓർക്കുവാനുള്ള അനുഭവങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, അടുത്ത പദപ്രയോഗം കുറച്ചുകൂടി ഒന്ന് സൂപ്പർലൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത്തവണ പറയുന്നത് എൻ്റെ സന്തോഷം മാത്രം, എൻ്റെ കിരീടമാണ് നിങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ട്രോഫി എന്നുള്ള അർത്ഥം എടുത്താൽ മതി ഭൂമിയുടെ കാര്യത്തിൽ ചിന്തിക്കുമ്പോൾ. എൻ്റെ ട്രോഫി നിങ്ങളാണ്, എൻ്റെ ഏറ്റവും വലിയ സമ്മാനം നിങ്ങളാണ്, എനിക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം നിങ്ങളാണ്. ഈ ഭൂമിയിൽ ഒരു ശുശ്രൂഷകന് ചില വ്യക്തികളെ ഓർക്കുമ്പോൾ അഭിമാനം തോന്നുന്നുണ്ടെങ്കിൽ, ആത്മീക കാര്യങ്ങളിൽ, സാമൂഹിക കാര്യങ്ങളിൽ, ആത്മാർത്ഥ ബന്ധത്തിന്റെ കാര്യത്തിൽ, സ്നേഹത്തിന്റെ പാരമ്യത്തിന്റെ കാര്യത്തിൽ അഭിമാനിക്കാവുന്ന വ്യക്തികളുണ്ടെങ്കിൽ ആ ജീവിതം ധന്യകരമാണ്. അങ്ങനെ നോക്കുമ്പോൾ പൗലോസിന്റെ ജീവിതം ധന്യകരമായിരുന്നു. ഈ വചനങ്ങൾ കേൾക്കുന്ന ഏതെങ്കിലും ദൈവദാസന്മാരുണ്ടെങ്കിൽ നിങ്ങളോടായി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് മനസ്സിൽ അഭിമാനം തോന്നുന്ന, മനസ്സിൽ പ്രശംസ തോന്നുന്ന, സ്നേഹം നിറയുന്ന വ്യക്തികൾ ഉണ്ടോ? ഉണ്ടാവണം, ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും അല്ലെങ്കിലും കുറച്ചു പേര് അങ്ങനെ ഉണ്ടാവും. അവർ ഒരു കിരീടമാണ്, അവർ ഒരു ട്രോഫിയാണ്. ആരുടെ മുമ്പിൽ അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ട്രോഫി? അത് ഈ ഭൂമിയിലെ കാര്യമാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാളിൽ, പ്രതിഫലങ്ങൾ വിഭാഗിക്കുന്ന നാളിൽ, അപ്പോഴും ഇവർ ട്രോഫി തന്നെയാണ്, അപ്പോഴും ഇവർ കിരീടമാണ്. ബൈബിളിൽ ഒത്തിരി കിരീടങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ അതിൻ്റെ ഒരു ക്രോസ് റെഫറൻസിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. ജീവകിരീടമുണ്ട്, തേജസ്സിന്റെ കിരീടമുണ്ട്, വാടാ കിരീടമുണ്ട്, അല്ലേ? നീതിയുടെ കിരീടമുണ്ട്. ഇങ്ങനെ അനേക കിരീടങ്ങളെ കുറിച്ച് പറയുന്നെങ്കിൽ ഇവിടെ വാസ്തവത്തിൽ ഈ സഭ തന്നെ ഒരു കിരീടമാണ്. പൗലോസിന് നിത്യതയിൽ എന്നും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു സഭയായി ഈ സഭയെ നമുക്ക് കാണാൻ കഴിയും. പൗലോസ് എത്ര സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്, ഇല്ലേ? കൊരിന്ത് സഭ ഓർക്കുമ്പോ ആദ്യ, എഫെസോസിലെ സഭ സന്തോഷമുള്ളൊരു സഭയാണ്. തെസലോനിക്ക സഭയുടെ കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്, കാരണം ഇന്ന് ഒരു പ്രതിസന്ധി കൂടെ പോയിക്കൊണ്ടിരുന്ന സഭയാണ്. എന്നാൽ ഫിലിപ്പിയ സഭയുടെ കാര്യം ഓർക്കുമ്പോൾ പൗലോസിന്റെ മുഖം അങ്ങ് വിടരും. കാരണം അത്രയ്ക്ക് നല്ല ബന്ധം, അത്രയ്ക്ക് നല്ല അനുഭവങ്ങൾ അവർക്കുണ്ടായിരുന്നു. അവർ സന്തോഷമാണ്, കിരീടമാണ്. ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ. ഈ കിരീടമൊക്കെ എന്തായിരിക്കണം എന്നറിയാമോ? കർത്താവിൽ നിലനിൽക്കണം. ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ. എങ്ങനെ? അതിൻ്റെ തൊട്ടുമുകളിലെ വാക്യങ്ങളിലെ ആശയങ്ങൾ തന്നെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ അഭിമാനിക്കുക, ക്രിസ്തുവിൽ ഉറപ്പുള്ളവരായി നിൽക്കുക, അതുപോലെ തന്നെ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്നും ഈ ഭൂമിക്ക് വേണ്ടി അല്ല നമ്മൾ ജീവിക്കുന്നതെന്നും നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുമെന്നും അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നതെന്നും അതിനുവേണ്ടി നിലനിൽക്കണമെന്നും ഒക്കെയുള്ള പ്രബോധനമാണ് പൗലോസ് ഇവിടെ നൽകുന്നത്. പൗലോസിന്റെ ഹൃദയത്തിൽ, ഞാൻ ഈ ഫിലിപ്പിയ ലേഖനം എടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് പല എപ്പിസോഡുകൾ ആവർത്തിച്ചുള്ള വാക്കാണ്, ഏറ്റവും പൗലോസ് സ്നേഹം നിറച്ചു വെച്ച വാക്കുകൾ കുറിച്ചിരിക്കുന്ന ലേഖനം ഫിലിപ്പിയ ലേഖനമാണ്, ഫിലിപ്പിയ സഭയോടുള്ള ലേഖനമാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവദാസന്മാരുടെ, ദൈവമക്കളുടെ ഒക്കെ ഹൃദയത്തിന് തണുപ്പായി തീരുവാൻ, ആശ്വാസമായി തീരുവാൻ, സന്തോഷമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 2-3 വാക്യങ്ങൾ, 2-3 വാക്യങ്ങൾ അടുത്ത എപ്പിസോഡ് ചിന്തിക്കാം. അത് ആ സഭയിലെ ചില വ്യക്തികളെ കുറിച്ചുള്ള പരാമർശങ്ങളാണ്. അതെല്ലാം ഒരുമിച്ച് ഒരു ഗ്രൂപ്പായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും അനേകർക്ക് സന്തോഷം നിറയുന്ന അനുഭവങ്ങൾ കൊടുക്കുന്ന ആത്മിക ദൗത്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.